സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി ടിക്കറ്റിൽ സനാതന ധർമ്മത്തെ അവഹേളിച്ചതിൽ ഹൈക്കോടതിയിൽ ഹർജി. സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് റദ്ദാക്കണമെന്നും നാളത്തെ നറുക്കെടുപ്പ് തടയണമെന്നും ആവശ്യം. ഡോക്ടർ കെ.എസ്. പ്രകാശാണ് ഹർജി നൽകിയത്. പരിപാവനമായ ശിവലിംഗത്തെ അശ്ലീലമായി ചിത്രീകരിച്ചാണ് ലോട്ടറി ടിക്കറ്റ്. രേഷ്മ ബാബു ചേരുന്നു കൊച്ചിയിൽ നിന്നും. രേഷ്മ, സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി ടിക്കറ്റിൽ സനാതന ധർമ്മത്തെ അവഹേളിച്ചതിൽ ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരിക്കുകയാണല്ലോ. സുവർണ കേരളം ലോട്ടറി ടിക്കറ്റിൽ ശിവലിംഗത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയതാണ്. നിലവിൽ ഇപ്പോൾ ഡോക്ടർ കെ.എസ്. പ്രകാശ് നൽകിയിരിക്കുന്ന ഹർജിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്? രോഹിണി, കേരള സർക്കാർ ഇറക്കിയ സുവർണ കേരളം ലോട്ടറി ടിക്കറ്റിൽ ശിവലിംഗത്തെ അധിക്ഷേപിച്ചുകൊണ്ടും അശ്ലീലകരമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടും ഹിന്ദു മതത്തെ അവഹേളിച്ചുകൊണ്ടുമുള്ളതാണ്. ഇതിനെതിരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ നടത്തിയിരുന്നു. മാത്രമല്ല, സിറ്റി പോലീസ് കമ്മീഷണർ, അതായത് തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്കടക്കം പരാതി നൽകിയതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ ഈ വിഷയം ഇപ്പോൾ ഒരു ഹർജിയായിട്ട് എത്തിയിരിക്കുന്നത്. കടുങ്ങല്ലൂർ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ കെ.എസ്. പ്രകാശാണ് ഇത്തരമൊരു ഹർജി നൽകിയിരിക്കുന്നത്. നാളെയാണ് ഈ സുവർണ കേരളം ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പ്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്കാണ്. ഈ നറുക്കെടുപ്പ് എത്രയും വേഗം തടയണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ ഈ സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് അപ്പാടെ റദ്ദാക്കണം, അത് പിടിച്ചെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുണ്ട്. മതനിന്ദ ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നത്. അതായത് ഹിന്ദു മതത്തെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ചിത്രം അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, അത് മതനിന്ദയാണ്, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുടെ ലംഘനമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ഒരു മതത്തെ തന്നെ അവഹേളിക്കുന്ന സമീപനം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡോക്ടർ കെ.എസ്. പ്രകാശ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. നാളെ മന്നം ജയന്തി ആയതുകൊണ്ട് തന്നെ ഹൈക്കോടതി അവധിയാണ്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ സിറ്റിംഗിലൂടെ ഈ വിഷയം പരിഗണിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ ഹൈക്കോടതി സ്വീകരിക്കണമെന്നുള്ളതാണ് ഹർജിക്കാരന്റെ ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ അഭിഭാഷകൻ മുഖേന ഹൈക്കോടതി രജിസ്ട്രിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ സ്പെഷ്യൽ സിറ്റിംഗിൽ ഇത് പരിഗണിച്ചുകൊണ്ട് നാളത്തെ നറുക്കെടുപ്പ് അടക്കം തടയണമെന്നുള്ളതാണ് ആവശ്യം. നേരത്തെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ലോട്ടറി ടിക്കറ്റ് പിടിച്ചെടുത്ത് അത് റദ്ദാക്കണം, അത് വാങ്ങിയവർക്ക് നഷ്ടപരിഹാരം നൽകണം. കേരള സർക്കാർ ഇത്തരത്തിൽ ഒരു ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ശിവലിംഗത്തെ അശ്ലീലകരമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടും അത് വളരെ വികലമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടും തന്നെയാണ് ആ വരച്ച ആ ഒരു ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ടോം ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ചിത്രം വരച്ചതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് അത് സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി വകുപ്പ് ഇറക്കിയതാണ്. അതിൽ വലിയ രീതിയിൽ സനാതന ധർമ്മത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ ഹൈക്കോടതിയിലും ആ വിഷയം എത്തിയിരിക്കുകയാണ്. നാളെ സ്പെഷ്യൽ സിറ്റിംഗിലൂടെ ഇത് പരിഗണിക്കണമെന്നുള്ളൊരാവശ്യവും ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുണ്ട്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.